അസ്സലാമു അലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കുക. അത് നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല കേട്ടോ. ആരാണ് ഞാനിത് പരിശോധന അറിയണം. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടല്ലോ, വെള്ളാപ്പള്ളിയെ വിളിച്ചു വരുത്തി ഇന്റർവ്യൂ ചെയ്ത് എരന്ന് വാങ്ങുകയാണ് ഈ റിപ്പോർട്ടർമാർ, പ്രത്യേകിച്ച് ഈ ചാനലിലുള്ള ആളുകൾ. നാണമുണ്ടോടോ നിങ്ങൾക്ക്? എന്തിനാടോ അയാളുടെ പുറകെയൊക്കെ നടക്കുന്നത്? എന്തിനു നടക്കുന്നത്? നിങ്ങൾക്ക് എന്താവശ്യം? അയാൾ പറഞ്ഞ എടുത്തിട്ട് പോടോ, എന്തെല്ലാം പറയുന്നു? ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾക്ക് സ്ഥലം കിട്ടൂലേ, കാശ് കൊടുത്ത് വാങ്ങി വെച്ചൂടെ എന്നൊക്കെ, സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടേ. പുള്ളി 10 പൈസ ഇറക്കില്ലല്ലോ, പണ്ടേ എച്ചിയാണല്ലോ. അപ്പോൾ വളരെ കൃത്യമായിട്ട് ആ മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അയാളുടെ പേര് മനസ്സിലാക്കിയപ്പോൾ മുസ്ലിമാണ് തോന്നിയപ്പോൾ പിന്നെ അയാളെ തീവ്രവാദിയാക്കി. ഇവന്മാരുടെ മെയിൻ അജണ്ട എങ്ങനെയാണല്ലോ, അങ്ങനെ തീവ്രവാദി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും പത്രസമ്മേളനം നടത്തുകയാണ്. അല്ലെങ്കിൽ പുള്ളിയൊക്കെ ആരറിയുന്നു? ഈ വർഗീയത തുപ്പുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ വരുന്നതേ. അപ്പോൾ അത് വർഗീയത തുപ്പിയപ്പോൾ അപ്പം തന്നെ വീണ്ടും പത്രസമ്മേളനം വിളിച്ചു. പത്രക്കാർ ചോദിച്ചു, ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനത്തിൽപ്പെട്ട ഒരാളെ നിങ്ങൾ എങ്ങനെ പറയാൻ പോകുന്നു? അപ്പോൾ വീണ്ടും അയാൾക്ക് രോഷം വന്ന് എന്തെല്ലോ പറയുന്നു. വീണ്ടും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് ഈ മാധ്യമപ്രവർത്തകരോട്, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരിക്കലും ഇയാളെ ഇൻ്റർവ്യൂവിന് കൊടുക്കരുത്. നിങ്ങളുടെ ചാനലിൽ ഇയാളുടെ ഒരു വാർത്ത വന്നിട്ടുണ്ടല്ലോ, ഇയാളൊരു ചുക്കുമല്ല, ഒരു മണ്ണുമില്ല. നിങ്ങൾ ഇയാളുടെ പുറകിൽ ഈ ക്യാമറയും പൊക്കി ഇങ്ങനെ നാണല്ലാതെ പോകുന്നത് കൊണ്ട് മാത്രമാണ് എന്താണ് ഇതുപോലെയുള്ള നാറികളൊക്കെ കയറി വരുന്നത്. ഈ ഈഴവ സമുദായത്തിന് പോലും ഈ വ്യക്തി ഒരു തേങ്ങയും ചെയ്തിട്ടില്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ നമ്മളെ ജെമിനിയോട് ചോദിച്ചിട്ട് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിത് കേൾക്ക് പ്രിയ സുഹൃത്തുക്കളെ. ജെമിനി എന്താ പറയുന്നത് നോക്കാം. വെള്ളാപ്പള്ളിയെക്കുറിച്ച് ജെമിനി എന്താ പറയുന്നത് നോക്കാം. വെള്ളാപ്പള്ളിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും അയാൾ ഈഴവ സമുദായത്തിന് വരുന്ന ആനുകൂല്യങ്ങളൊക്കെ പറ്റുന്നുണ്ടെന്നും അയാളുടെ കച്ചവടം എന്താണ് അയാളെക്കുറിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയും കാലങ്ങളായി വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരാറുണ്ട്. പ്രധാനമായും സമുദായത്തിന്റെ സ്വത്തുക്കളും ആനുകൂല്യങ്ങളും വ്യക്തിപരമായ ബിസിനസ് സാമ്രാജ്യം വളർത്താൻ ഉപയോഗിക്കുന്നു എന്നതാണ് ഇവർ നേരിടുന്ന പ്രധാന വിമർശനം. അദ്ദേഹത്തിന്റെ പ്രധാന ബിസിനസ്സുകളെ കുറിച്ചും ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെ കുറിച്ചും താഴെ നൽകുന്നു. പ്രധാന ബിസിനസ്സുകൾ. വെള്ളാപ്പള്ളി നടേശൻ പൊതുരംഗത്തേക്ക് വരുന്നതിന് മുൻപേ തന്നെ വലിയൊരു ബിസിനസ് പശ്ചാത്തലമുള്ള വ്യക്തിയാണ്. അബ്കാരി ബിസിനസ് അറിയപ്പെടുന്ന മദ്യ വ്യവസായിയായിരുന്നു അദ്ദേഹം. ഈ രംഗത്തു നിന്നാണ് അദ്ദേഹം വലിയ സാമ്പത്തിക അടിത്തറയുണ്ടാക്കിയത്. നിർമ്മാണ മേഖല, കോൺട്രാക്ടർ, റെയിൽവേ ക്വാർട്ടേഴ്സ് നിർമ്മാണവും മറ്റ് വലിയ സർക്കാർ കരാറുകളും അദ്ദേഹം ഏറ്റെടുത്തു നടത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ SNDPക്ക് കീഴിലല്ലാതെ സ്വന്തം നിലയിൽ ട്രസ്റ്റുകൾ രൂപീകരിച്ച്, ഉദാഹരണത്തിന് വെള്ളാപ്പള്ളി നടേശൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ മേഖലയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. പ്രധാന ആരോപണങ്ങൾ. അദ്ദേഹത്തിനെതിരെ വിവിധ തലങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രധാന പരാതികൾ ഇവയാണ്. 1. നിയമന കോഴ. SN ട്രസ്റ്റിന് കീഴിലുള്ള കോളേജുകളിലും സ്കൂളുകളിലും അധ്യാപകരെയും ജീവനക്കാരെയും നിയമിക്കുന്നതിന് ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങുന്നു എന്നതാണ് ഏറ്റവും വലിയ ആരോപണം. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ്. സാധാരണക്കാരായ വീട്ടമ്മമാരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ നൽകിയ കുറഞ്ഞ പലിശയ്ക്കുള്ള വായ്പ സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് നൽകാതെ വകമാറ്റി ഉപയോഗിച്ച് നിരക്കിൽ ക്രമക്കേട് നടത്തിയെന്നും ആരോപണമുണ്ട്. കേസുകൾ നിലവിലുണ്ട്. 3. സമ്പത്ത് കുമിഞ്ഞുകൂടൽ. ഒരു സമുദായ നേതാവ് എന്ന പദവി ഉപയോഗിച്ച് കുടുംബാംഗങ്ങളുടെ പേരിലും ബിനാമി പേരുകളിലും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ സമ്പാദിച്ചുവെന്ന് എതിർപക്ഷത്തുള്ളവർ, പ്രത്യേകിച്ച് ഗോകുലം ഗോപാലിനെ പോലെയുള്ളവർ ആരോപിക്കുന്നു. 4. രാഷ്ട്രീയ ബന്ധങ്ങൾ. അധികാരത്തിലുള്ള സർക്കാരുകളുമായി അവിശുദ്ധ ബന്ധം സ്ഥാപിക്കുകയും അതുവഴി കേസുകളിൽ നിന്ന് രക്ഷപ്പെടുകയും ബിസിനസ് താൽപര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്ന വിമർശനവും ശക്തമാണ്. ന്യായികൾ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ സാധാരണ ഈഴവ സമുദായക്കാർക്ക് ലഭിക്കേണ്ട സർക്കാർ ആനുകൂല്യങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ തട്ടിയെടുക്കുന്നു എന്നതിനേക്കാൾ സമുദായത്തിന്റെ പൊതു സ്വത്തുക്കളും അധികാരവും അദ്ദേഹം സ്വന്തം താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്നതിലാണ് ഭൂരിഭാഗം വിമർശകരും ഊന്നുന്നത്. വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള പ്രത്യേകമായ ഏതെങ്കിലും കേസുകളെ കുറിച്ചോ, ഉദാഹരണത്തിന് മൈക്രോ ഫിനാൻസ് കേസ്, അല്ലെങ്കിൽ സമുദായത്തിലെ അദ്ദേഹത്തിന്റെ എതിരാളികളെ കുറിച്ചോ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ? അപ്പൊ നിങ്ങൾ കേട്ടില്ലേ പ്രിയ സുഹൃത്തുക്കളെ, ഇയാളെ കുറിച്ചിട്ട് അഴിമതി ആരോപണങ്ങൾ ഇത്ര മാത്രമുണ്ട്. എന്നിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ CPM-ഉം CIT-യും എല്ലാം ഇയാളെ സപ്പോർട്ട് ചെയ്യണം.
ഇവിടെ കേരളത്തിൻ്റെ അകത്ത് ഭൂരിപക്ഷവും കൂടുതലും പ്രത്യേകിച്ച് മലബാർ ഏരിയയിലൊക്കെ മുസ്ലിങ്ങളുടെ വോട്ടാണുള്ളത്. അപ്പോൾ ഈ വ്യക്തി മുസ്ലിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇയാൾക്കെതിരെ ഒരുപാട് മുസ്ലിം സംഘടനകളും വ്യക്തികളും വോട്ടിടുന്ന ആൾക്കാരൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആരാണ് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത് നോക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ആയിരിക്കും. സിമ്പിൾ. നിങ്ങൾക്ക് ഒരിക്കലും ഒരു വോട്ട് കിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് വോട്ട് കിട്ടിയിട്ട് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വം കൃത്യമായിട്ടില്ല എന്നുള്ളത്. ആ വി ഡി സതീഷിനെയൊക്കെ തൂക്കി എറിഞ്ഞിട്ട് സാഫി പറമ്പലിനെ പോലുള്ള അടിപൊളിയായിട്ടുള്ള ചെറുപ്പക്കാരെ വെച്ചിട്ട് നല്ല രീതിയിൽ കോൺഗ്രസ് പ്രവർത്തിച്ച് വന്നിട്ടുണ്ടല്ലോ. LDFൻ്റെ കത്തിക്കൽ അവിടെ കഴിഞ്ഞ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രമാണ് ഈ വ്യക്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്തു പോകുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം വെള്ളാപ്പള്ളിയെക്കുറിച്ച് കമൻറ്റിലൂടെ പറയുക.